എന്റെ മാതാവേ, പള്ളിയിൽ പോണോ പഞ്ചായത്തിൽ പോണോ എന്ന് ചോദിച്ചാൽ പഞ്ചായത്തിൽ പോണോന്ന് പറയുന്നത് നീ മെഴുകിരി എത്തിക്കുന്നു. ഇത് ഞാനും മാതാവും തമ്മിലുള്ള പേഴ്സണൽ ഡീലാ, ഇയാൾ ഇടപെടണ്ട. അപ്പൊ ആനിയമ്മയും പിള്ളേരെവിടെ? അവരൊക്കെ വെളുപ്പിനെ വന്നെന്ന് തോന്നുന്നു. ഏതായാലും ഞാൻ എണീറ്റപ്പോ കണ്ടില്ല. ടയർ പെർഫ്യൂമിന്റെ മണം. ആരാ ചായ പോകുന്ന? ബാക്ക് കണ്ടു പറയുകയാണെങ്കിൽ ഒരാളെ പറയാം. ആ ലൈറ്റ് ബ്രൗൺ സാരി എന്റെ ഭാര്യ സിസിലിയ. ഉറപ്പാ. സിസിലി, ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാം. ഓ വാ. വരുന്നോ? ഞാൻ അമ്മയെ കണ്ടിട്ട് വരാം. ആനിയമ്മേ. പാട്ടാ കേൾക്കുന്നത്. എന്ത് രസമാണ്. ഇന്നത്തെ കുർബാനയിൽ അച്ഛന്റെ പ്രസംഗം നന്നായിരുന്നല്ലേ? പോത്ത് മേടിക്കണ്ടേ? നോയമ്പാ. ഉന്നച്ചന്റെ സെലക്ഷൻ നന്നായിട്ടുണ്ട്. ഈ സാരി ഒടുന്നു മേടിച്ചതാ. ഇത് പിന്നെ കോയമ്പത്തൂർ, അവിടെ ഒരു വലിയ കടയുണ്ട്, നല്ല സെലക്ഷൻ. നിങ്ങൾ നടന്നോ. ആ ശരി. എന്താ ഈ സാരി എവിടുന്ന? ടയർ പെർഫ്യൂം എവിടുന്ന? ആര് കൊണ്ടുവന്ന? ഇതറിയാൻ വേണ്ടിട്ടാണോ ധൃതി പിടിച്ചു വന്നത്? പറ. ആര് കൊണ്ടുവന്നാലും കാണാനും കേൾക്കാനും ഇതുവരെ ആരും ഇല്ലായിരുന്നല്ലോ. തൽക്കാലം അറിയണ്ട. ആനിയമ്മേ, പാട്ട് കേട്ടിട്ടോ? നന്നായിട്ടുണ്ട്. ബാക്കി എപ്പോഴാ പാടുന്നേ? പാടാം. പള്ളിക്കോറിലൊക്കെ പാടിച്ചു വിടും അച്ഛൻ സാറേ. നോക്കാം. അല്ല, ഞാൻ ചോദിച്ചാ പറഞ്ഞില്ല. ആ, എന്താ ആകാംക്ഷ? ഇതെന്റെ ജോസ്മോൻ കൊണ്ടുവന്നതാ. അവൻ കൊണ്ടുവരുന്ന ഒന്നും ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ടാ പറയാതെ. ആനിയമ്മയുടെ പാട്ട് ഞാൻ കേട്ടു. ആ, കൊച്ചാപ്പന്റെ മോൻ തോമസ് ഊട്ടി അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. ആനിയമ്മയുടെ നമ്പർ ഒന്ന് തരൂ, അവന് കൊടുക്കാനാ. എന്റെ നമ്പർ കൊടുത്താൽ മതി. 944. വേണ്ട, ലാൻഡ് ലൈനിൽ വിളിച്ചാൽ മതി. ആയിക്കോട്ടെ. 2239-872. ഓക്കെ, ശരി. എന്റെ നമ്പർ കൊടുത്താൽ മതിയായിരുന്നു. അതിൽ വരുന്ന കോളുകളൊന്നും എടുക്കാറില്ലല്ലോ. ഉന്നത സാറേ, ആനിയമ്മ ചേച്ചി വൈറലായി. വയറില്ല? അല്ല, ആനിയമ്മ ചേച്ചിയുടെ പാട്ട് വൈറലായിരുന്നു. ഇന്നിപ്പോ ആ വീഡിയോ കാണാത്തവരായിട്ട് നമ്മുടെ ഇടവകയിൽ ആരുമില്ല. ഇടവകയിലെ താരമല്ലേ താരം. അപ്പൊ ചെലവണ്ടേ. വീട്ടിലൊരുത്തിയുണ്ട്, പാട്ടും പാടൂല, കാണാനും ഭംഗിയില്ല. ഇന്നലെ ഫോൺ ചെയ്തപ്പോ ഞാനാണെന്ന് മനസ്സിലായല്ലേ? മനസ്സിലാവുമല്ലോ. ഇന്നലെ ജേക്കബേട്ടന്റെ മൊബൈലില് പാട്ട് കേട്ടപ്പോ ഞാനാണെന്ന് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലാവുമല്ലോ. പാട്ട് നന്നായിരുന്നു. ഹൗസിംഗ് കോളനിയുടെ വാർഷികത്തിന് ഞാൻ ആ പാട്ട് മുഴുവൻ പാടണമെന്നും പറഞ്ഞ് റീത്താമ്മയ്ക്ക് ഒരേ നിർബന്ധം. ഇയാൾക്കത് മുഴുവൻ അറിയാം? അമ്മയോടെ കിടന്നല്ലോ. മതി കഴിച്ചത്. അപ്പുറത്തെ മുറി ഒന്ന് കിടന്നൂടെ? അപ്പുറത്തെ മുറി വന്ന് കിടന്നൂടെ? ഇത്രയും ദിവസം കൂട്ട് വേണ്ടായിരുന്നല്ലോ. ഇനിയും വേണ്ട. ഹലോ, നീ ആയിരുന്നോ? അമ്മയ്ക്കൊന്ന് കൊടുത്തേ. അപ്പ ഇത് എവിടെന്നാ വിളിക്കുന്നേ? ഇടി, അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനാ, ഒന്ന് കൊടുക്ക. അമ്മയ്ക്ക് എണീക്കാൻ വയ്യ, നല്ല ഉറക്കാന്ന് പറയാൻ പറഞ്ഞു. വെക്കുക. അവളാ? അതെ. ഇന്നത്തേക്ക് നിർത്തിയോ? ഗുഡ് നൈറ്റ് പറഞ്ഞ? ഗുഡ് നൈറ്റ് പറഞ്ഞ് ഇനി വിളിക്കാന്ന് പറഞ്ഞു. അല്ല, ഇത് ടൈം ഒരുപാടായില്ലേ? ഡേ, വീട്ടിൽ പോയി ഭാര്യയും കെട്ടിപ്പിടിച്ച് കിടന്നു പറഞ്ഞു. പോ. ഓ അമ്മേ,
വെള്ളം ഇല്ലേ? കുളിക്കാണ്ട് ഞാൻ സ്കൂളിൽ അയ്യോ, എന്റെ ഈശോയെ, രാവിലെ കഷ്ടപ്പാടായല്ലോ. എടി ജിനി, പോയി 2 ബക്കറ്റ് വെള്ളം എടുത്തോണ്ട് വാ. ഷോ എന്തൊരു കഷ്ടമാ. ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കാല്ലേ, എന്നെ കൊണ്ടങ്ങ് വയ്യ. എനിക്ക് കുളിക്കണം. എടി ജിനി, വെള്ളം എടുത്തോണ്ട് വാടി. ഞാൻ അങ്ങോട്ട് വന്നോണ്ടല്ലോ. ബാത്റൂമിൽ ബക്കറ്റ് ഇല്ല. ബക്കറ്റ് ഇല്ലേ? അയ്യോ, ഈ ഉന്നച്ചൻ സാറിന് ഇത് എന്ത് പറ്റി? അച്ഛായ ഇതുമാതിരി കോപ്പറായും കാണിച്ചിട്ട് ഇവിടുത്തെ ആണുക്ക് മാനക്കെട്ടുണ്ടാക്കരുത് കേട്ടാ. നീ ബഹളം വെക്കാതെ. പിന്നല്ലാതെ നമ്മൾ വേറെ ചില റിലേഷൻസ് ചെന്നപ്പെടുമ്പോ ഭാര്യയോട് കുറച്ച് കൂടുതൽ സ്നേഹം കാണിക്കണം. അതാണ് അതിന്റെ ഒരു ടെക്നിക്ക്. ഞാൻ പോട്ടെ, അനിയമ്മയ്ക്ക് കുളിക്കണം. കുളിക്കണോ? അമ്മേ, ആ ദേ എന്റെ ഈശോയെ. ദാസേട്ടാ, എന്താ ഗിരിജേ? ഇത് കണ്ടുപഠിക്കും മനുഷ്യ. ചൊവ്വയില് മാത്രല്ല വെള്ളമുള്ളത്, ഇവിടുത്തെ കിണറ്റിലും വെള്ളമുണ്ട്. ആണുങ്ങളായ ഇങ്ങനെ വേണം, അല്ല പിന്നെ. ഈ അച്ഛൻ്റെ ഒരു കാര്യം. ജലക്ഷാമം. അച്ഛായോ, ശ്ശോ, എന്ത് പണിയായി കാണിച്ച? എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്താ വെള്ളം എടുക്കാൻ പറഞ്ഞാൽ അത്ര മോശപ്പെട്ട പണിയാണ്. എന്നെ? വേണ്ട, 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 ഞാൻ ഒഴിച്ചോളാം. നീ അടുക്കളയിലോട്ട് ചെല്ലേ, പിള്ളേരെ സ്കൂളിൽ വിടണ്ടേ. ഇത്തരം സന്ദർഭങ്ങളിൽ ഭാര്യയെ സഹായിക്കേണ്ടത് ഭർത്താവ് എന്ന നിലയിൽ എന്റെ കടമയാണ്. എന്ന് മുതല്? ഇതാ നിന്റെ കുഴപ്പം. നല്ലത് ചെയ്താൽ അംഗീകരിക്കണം, അതിനുള്ള മനസ്സുണ്ടാകണം. ചെല്ല് ചെല്ല്, അടുപ്പത്തിരിക്കുന്ന കഴിയും. ചെല്ല് ചെല്ല്. ഇന്ന് കാക്ക മലന്ന് പറക്കും. ഇന്ന് മാത്രമല്ല, ഇനി മുതൽ. അപ്പാ കലക്കി ഇങ്ങനെ വേണം. വെള്ളം എടുക്കാൻ മാത്രമല്ല, അപ്പയ്ക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പ ഇവക്കൊന്നും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയാ. കേൾക്കണ്ട. വന്ന് കുളിയടാ. അപ്പ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഇന്നലെ രാത്രി പോയി വിളിച്ചിട്ടും അമ്മ വരാത്തോണ്ടാണോ ഇന്ന് വെള്ളം കോരി കൊണ്ടുവന്നത്? കുളിയടാ. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. ആ, നീ ഇരുന്ന് പഠിച്ചോ, ഞാൻ എടുക്കാം. ഹലോ. ആ അച്ചായ, വേണുക്കുട്ടിനെ കണ്ടോ? ഇതാ കണ്ടിട്ട് ഇപ്പൊ ഇറങ്ങിയേ ഉള്ളൂ. ഞാൻ ലതയെ വിളിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അച്ചായൻ എപ്പോ എത്തി? ഒരു മണിക്കൂറായി. എന്നിട്ട് ഇപ്പഴാ വിളിക്കുന്നേ? ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോ ആശുപത്രി ചെന്നിട്ട് വിളിക്കാന്നല്ലേ പറഞ്ഞേ? അല്ല, അവിടെ ഒരു ഫോൺ ഉണ്ടല്ലോ. ഇനി ഓഫീസിലേക്കോ അതോ ഇങ്ങോട്ട് പോരോ? എനിക്കൊരു കാര്യം പറയാം. ഞാൻ അങ്ങോട്ട് വരികയല്ലേ ആമി. വരുമ്പോ കുറച്ച് ബ്രൗൺ പേപ്പർ വാങ്ങിച്ചോടുവാ. ബുക്ക് പൊതിയാനാ. വെച്ചോട്ടെ. ഈ പിള്ളേരുടെ ഓരോ കാര്യം. നീ ഉറങ്ങുന്നില്ലേ? ഞാനിന്ന് എവിടെ കിടക്കണേ? നിങ്ങൾ കിടക്കുന്നില്ലേ? എടാ, നാണം ഉണ്ടടാ നിനക്ക് ഇവിടെ വന്ന് കിടക്കാൻ? നീ ഒരു പുരുഷനായ കാര്യം നീ മറക്കരുത്. അവിടെ പോയി കിടക്ക. പോയി അവിടെ കിടക്കടാ. നിന്നെ ഇവിടെ ഞാൻ കിടത്തത്തില്ല. പോടാ പോടാ. എന്തേ കിടത്തിയില്ലല്ലേ? ഞാനൊരു വലിയ പുരുഷനായ കാര്യം ഞാൻ അറിഞ്ഞില്ല. ഞാനത് നേരത്തെ അറിഞ്ഞതാ. അതാ വെയിറ്റ് ചെയ്ത്. ചെല്ല്. ഗുഡ് നൈറ്റ് ആമി. എന്റെ ഈശോയെ, അവള് പറഞ്ഞു കേട്ടോ ആമീന്ന്. അവൾ അറിഞ്ഞു, നാണക്കേടായി. എടി, അവള് നിന്റെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് ഞാൻ എന്തോരം വിളിച്ചിട്ടുള്ള. അന്നൊന്നും അവള് കേട്ടില്ല. ഇപ്പൊ ഫോണിൽ പറഞ്ഞപ്പോ കേട്ടു, അത്രേ ഉള്ളൂ. യു ഡോണ്ട് വറി. ഓക്കേ. അനിയമ്മേ, ഈയിടെയായിട്ട് ഗ്ലാമർ കൂടുന്നുണ്ടോ എന്നൊരു സംശയം. ഉണ്ടാവും. അതിന്റെ കാരണം എന്താണെന്നറിയോ? പറയൂ. ഭർത്താവിന്റെ സ്നേഹമാണ് ഭാര്യയുടെ സൗന്ദര്യം. ഓ, എവിടെ പോന്നു? അടുക്കളയിൽ ഒരുപാട് പണി ബാക്കിയുണ്ട്. കിടന്നു, കെട്ടിപ്പിടിച്ച് കിടന്നു. കിടക്കാനാ? ഇന്നാ? അതെ, എനിക്ക് രാവിലെ കൊണ്ടുപോകാൻ കറിയൊന്നും വേണ്ട.
എനിക്ക് ലില്ലിക്കുട്ടി കറി കൊണ്ടുവരും. ഈ ലില്ലിക്കുട്ടിക്ക് അച്ചായനെ അത്രയ്ക്ക് ഇഷ്ടാ? സ്നേഹം കൊണ്ട് എനിക്ക് ഇരിക്കപ്പെടുകയില്ല. എൻ്റെ ഫാനാ. ഓ, അച്ചായനോ? എനിക്ക് എൻ്റെ ആനിയമ്മ മാത്രം മതി. ഓ, പക്ഷെ ഇടയ്ക്ക് ഞാനൊന്ന് പെട്ടതാ. പെട്ടൂന്ന് എനിക്കും തോന്നിയതാ. എപ്പോ? ഇതുവരെ ഇല്ലാത്തൊരു മൂളിപ്പാട്ടും മറവിയും മന്ത്രിയും പതിവില്ലാതെയുള്ള കഥ പടച്ചിടലും ഫോൺ വിളിയും. എൻ്റെ ഈശോയെ, ശരിക്കും മനസ്സിലായി. കൊല്ലം കുറെ ആയില്ലേ, ചലിച്ച മനസ്സിലാവും. എനിക്കെന്നല്ല, എല്ലാ ഭാര്യമാർക്കും മനസ്സിലാവും. നേരിട്ട് ബോധ്യപ്പെടാത്തത് കൊണ്ട് ചോദിച്ചില്ല എന്നേ ഉള്ളൂ. പക്ഷെ ആള് ലില്ലിക്കുട്ടിയല്ല കേട്ടോ. പിന്നെ ജൂലി. ഒരേ കമ്പി.